വീണ്ടും നമ്മൾ 3 പേർ. ആരാണ് ഈ മൂന്നാമത്തെ ആൾ? നന്ദന. നന്ദനയാണ് മൂന്നാമത്തെ ആൾ. നന്ദനയുടെ ഐറ്റം ഏതായിരുന്നു? സംസ്കൃതം പദ്യം ചൊല്ലൽ ഹയർ സെക്കൻഡറി. മത്സരം കഴിഞ്ഞോ? പ്രത്യേകിച്ച് നന്നായിട്ട് അറിയുന്ന ഭാഷയാണ്. നല്ല എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഒരു വാക്ക് പോലും മിണ്ടരുതെന്നേ ഉള്ളൂ. ഓക്കെ, നന്ദന ഏത് സ്കൂളാണ്, ഏതാണ് സ്ഥലം? തിരുവനന്തപുരം ജില്ലയുടെ പ്രതിനിധിയാണ്. ഓക്കെ, അപ്പൊ തിരുവനന്തപുരത്ത് കലോത്സവം എത്തിയപ്പോ എന്ത് തോന്നി? സൂപ്പർ സൂപ്പർ ആണല്ലേ, അടിപൊളിയാണ്. കഴിഞ്ഞ കലോത്സവം തിരുവനന്തപുരത്ത് നടക്കുന്ന സമയത്ത് നന്ദനയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 8 വർഷം മുമ്പാ? 8 വർഷം മുന്നേ. കണക്കൂട്ടി നോക്കുക. ഞാൻ 3ാം ക്ലാസ്. ചോദിച്ചാൽ നമ്മൾ പെടും. വേണ്ട. ഇല്ല, ഞാനൊന്നും ചോദിച്ചിട്ടില്ല. അത് മാറ്റത്തേക്ക്. നന്ദനയുടെ ആ സംസ്കൃത ഗാനാലാപനമാണ് അല്ലേ? പദ്യം ചൊല്ലൽ. സംസ്കൃത പദ്യം ചൊല്ലലാണ്. അപ്പൊ നമുക്കത് കേൾക്കാം. വക്ര പന്ഥായത വിഭവത പ്രസ്ഥിതസ്യോത്തരാശാം സൗദോത്സംഘ പ്രണയ വിമുഖോ മാസ്മഭൂരുജ്ജയിന്യാഃ വിദ്യുദ്ധാമ സ്ഫുരിതചകിതൈ തത്ര പൗരാംഗനാനാം ലോലാപാംഗൈർയധിനരമസേ യോജനൈ വഞ്ചിതോത്സി വീജിക്ഷോഭ സ്വനിത വിഹഗശ്രേണി കാഞ്ചീഗുണായാ സംസർപ്പന്ധ്യാസ്ഖലിത സുഭഗം ദർശിതാവർദ്ധനാഭേ നിർവിന്ദ്യായാ പതിഭവ രസാഭ്യന്തര സന്നിപത്യ സ്ത്രീണാമാദ്യം പ്രണയവചനം വിഭ്രമോഹി പ്രിയേഷു. നമ്മളെ നന്ദന നല്ല പേര് പറഞ്ഞ മോളെ, നന്ദനയുടെ പാട്ടിനെ കുറിച്ചേ നമുക്ക് ഈ കലോത്സവത്തിലെ മറ്റൊരു താരത്തോട് തന്നെ ചോദിച്ചാൽ എങ്ങനെയുണ്ട്? പറഞ്ഞ് ഒന്നെ പേരാദ്യം പറഞ്ഞു. ദേവനന്ദയുടെ ഫേസ് അത്യാവശ്യം മലയാളികൾക്കൊക്കെ അറിയുന്നതാണ്. മികച്ച ഒരു ഗായികയായിട്ട് പേരെടുത്തിട്ടുള്ള ഒരു കുട്ടിയാണ്. ഒരു കുഞ്ഞു സൂപ്പർ താരമാണ്. നമ്മുടെ കലോത്സവങ്ങളൊക്കെ സ്ഥിരമായിട്ട് വരാറുണ്ട്. നന്നായി പാടുന്ന ഒരു കുട്ടിയാണ്. നന്ദനയുടെ പാട്ട് എങ്ങനെയുണ്ട് ദേവനന്ദ? അടിപൊളി. പിന്നെ അപ്പൊ നന്ദനയുടെ പാട്ട് ദേവനന്ദയ്ക്ക് ഇഷ്ടപ്പെട്ടു. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. നമ്മള് ദേവനന്ദയെ നിർത്തിക്കൊണ്ട് തന്നെ നന്ദനയുടെ വിശേഷങ്ങൾ പറഞ്ഞ നന്ദനയുടെ ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ നന്ദനെ പറഞ്ഞു വിടുകയാണ്. താങ്ക് യു ദേവനന്ദ. നന്ദന. ദേവനന്ദ.